മഹാനായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥ ഇങ്ങനെയാണ്. ടാഗോർ ഒരു ദിവസം ഒരു നദിയിൽ സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു വള്ളത്തിലിരുന്നു കൊണ്ട് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വന്ന് അദ്ദേഹത്തിന്റെ മെഴുകുതിരി അങ്ങ് കെട്ടുപോയി. ഇരുട്ടിനെ ശപിച്ചുകൊണ്ട് ടാഗോർ കണ്ണടച്ച് കുറച്ച് സമയം ഇരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നെ കുറെ കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച വളരെ വിസ്മയകരമായിരുന്നു. പ്രപഞ്ചം വെണ്ണിലാവിൽ കുളിച്ചു നിൽക്കുന്നു. നദിയിലെ ജലം ഇങ്ങനെ ഓളം വെട്ടുന്നത് കാണാം. അകലെ ആകാശവും ഭൂമിയും തമ്മിൽ സന്ധിക്കുന്നിടം കാണാം. ആ മനോഹരമായ നീലാകാശത്തുകൂടി രാപ്പക്ഷികൾ ചിറകിട്ടടിച്ച് പറന്നു പോകുന്നത് കാണാം. ടാഗോർ വിചാരിച്ചു, ദൈവമേ, ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്. പക്ഷേ എൻ്റെ കയ്യിലിരുന്ന ആ മെഴുകുതിരി കെട്ടുപോയില്ലായിരുന്നെങ്കിൽ, കാറ്റ് വന്ന് ആ കെട്ടുപോയില്ലായിരുന്നു ആ മെഴുകുതിരിയെങ്കിൽ ഞാൻ ഈ മനോഹരമായ കാഴ്ച കാണുമായിരുന്നില്ലല്ലോ. സ്നേഹിതരെ, പലപ്പോഴും നമ്മളിൽ പലരുടെയും കൈകളിലും ഇതുപോലെയുള്ള ഒരു ചെറിയ മെഴുകുതിരിയുണ്ട്. അത് സ്നേഹമില്ലായ്മയുടെ, വിട്ടുവീഴ്ചയില്ലായ്മയുടെ, മതസൗഹാർദ്ദമില്ലായ്മയുടെ, കടുംപിടുത്തങ്ങളുടെ, അങ്ങനെയൊക്കെയുള്ള ഒരു മെഴുകുതിരിയാണ്. ആ മെഴുകുതിരി പിടിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് അവൻ ശരിയല്ല, അവൾ ശരിയല്ല, ഈ ഭൂമിയെ ശരിയല്ല, ലോകമാകെ മോശമാണ് എന്നൊക്കെ വരെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ അന്ധതയുടെ, അറിവില്ലായ്മയുടെ, കടുംപിടുത്തങ്ങളുടെ, സ്നേഹമില്ലായ്മയുടെ ആ മെഴുകുതിരി ഒന്ന് കെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റ് വന്ന് ഒരു സാഹചര്യമുണ്ടായി ആ മെഴുകുതിരി ഒന്ന് കെട്ടതിന് ശേഷം കണ്ണടച്ചിരുന്നിട്ട് പിന്നീടൊന്ന് കണ്ണു തുറന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഭൂമി എത്ര മനോഹരമാണ്, അവൻ എത്ര നല്ലവനാണ്, അവൾ എത്ര നല്ലവളാണ്.